നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിൽ നിന്ന് 19-കാരൻ പയ്യനെ പൊക്കിയിട്ടുണ്ടല്ലോ സിറ്റി. വിറ്റർ റീസ് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് ആ സൈനിങ് പ്രഖ്യാപിച്ചു. നമ്മളതിൻ്റെ ടോക്ക് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയും അത് ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഒഫീഷ്യലായി കഴിഞ്ഞ ഈ താരത്തിൻ്റെ പെർഫോമൻസിൻ്റെ കണക്ക് എങ്ങനെയാണ് ഇതുവരെ എന്നുള്ളത് അറിയാൻ സിറ്റി ആരാധകർക്ക് താല്പര്യമുണ്ടാവും. അദ്ദേഹം 22 മത്സരങ്ങളാണ് പാൽമിറാസിന് വേണ്ടി ഈ സീസണിൽ കളിച്ചിട്ടുള്ളത്. 22 മത്സരങ്ങൾ, അതിൽ 2 ഗോളുകൾ അവൻ നേടിയിട്ടുണ്ട്. അവൻ്റെ സീനിയർ കരിയറിലെ കണക്കാണ് പറയുന്നത്. 22 കളികൾ 2 ഗോളുകൾ, 90% പാസിംഗ് ആക്യുറസി, 61% ഏരിയൽ ഡ്യുവൽസിലെ എഫിഷ്യൻസി. ഡിഫൻഡർ എന്ന നിലയിലുള്ള കണക്കുകൾക്കാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. 61% അവൻ്റെ ഏരിയൽ ഡ്യുവൽസിലെ എഫിഷ്യൻസി. 94 ടാക്കിളുകൾ അവൻ നടത്തിയിട്ടുണ്ട്. 35 തവണ എതിരാളികളിൽ നിന്ന് പന്ത് അവൻ പിടിച്ചെടുത്തിട്ടുണ്ട്. 160 ഡിഫൻസീവ് ആക്ഷൻസ് നടത്തിയിട്ടുണ്ട്. സീരിയസ് ഡിഫൻസീവ് എററുകൾ ഒന്നും അവൻ നടത്തിയിട്ടില്ല, കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് മികച്ചൊരു താരത്തെ തന്നെയാണ് സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. വിറ്റർ റീസ് 4.5 വർഷക്കാലത്തെ കോൺട്രാക്റ്റിലാണ് പാൽമിറാസിൽ നിന്ന് സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. 2029 വരെയാണ് കോൺട്രാക്റ്റ്. 35 മില്യൺ യൂറോയാണ്, എറൗണ്ട് 35 മില്യൺ യൂറോയാണ് അവൻ്റെ ഈ ഒരു കോൺട്രാക്റ്റിലെ ട്രാൻസ്ഫർ ഫീ എന്നുകൂടി ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് വിറ്റർ റീസ് പറഞ്ഞത്, വാതിലൊരു മുട്ട് കേൾക്കുമ്പോൾ അത് മാഞ്ചസ്റ്റർ സിറ്റിയുമാകുമ്പോൾ പിന്നെന്ത് നോക്കാനാണ്, ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ്. ഏതായാലും സിറ്റിയിൽ അവിടുത്തെ ചരിത്രം, അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മികച്ച കളി തനിക്ക് അവിടെ കളിക്കാൻ കഴിയും. ഒരു കുഞ്ഞെന്ന നിലയിൽ ഏതൊരു കുട്ടിയും കളിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫുട്ബോളാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടേത്. അവിടെ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി ബ്രസീലിയൻ യുവതാരം പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.